അപ്പൊ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഇതർ ചാനൽ. ഇതർ ചാനൽ എന്താണ് ഇതർ ചാനൽ എന്നുള്ളത്? നമ്മുടെ ടോപ്പോളജി എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഒരു സ്വിച്ച് ആണ്. നമ്മുടെ അടുത്ത സ്വിച്ച് ആണ്. എക്സാമ്പിൾ 2 1 എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് അടുത്ത സ്വിച്ചിന്റെ 1-ലോട്ട് ഞാൻ ഒരു ട്രങ്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇമാജിൻ ഇവിടെ ഒരു 10 PC ഓപ്പോസിറ്റും ഒരു വീലാനകത്ത് ഒരു 10 PC. ഈ രണ്ട് സ്വിച്ചസിനകത്തിരിക്കുന്ന ഈ 10 PC-കൾക്ക് പരസ്പരം എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. വാട്ടർ വിറ്റീസ് എന്തെങ്കിലും സെൻഡ് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക, എന്തോ ആയിക്കോട്ടെ. ഈ രണ്ട് വീലാനകത്തിരിക്കുന്ന ഏത് വീലാനോ ആയിക്കോട്ടെ, ഈ രണ്ട് ടീംസിന് എന്ത് ചെയ്യാൻ പറ്റണം? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡാറ്റ ഷെയർ ചെയ്യണം, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓരോ PC-യുടെയും ഏറ്റവും കുറഞ്ഞ ബാൻഡ്വിഡ്ത്ത് എത്രയായിരിക്കും? NIC-യുടെ ഏറ്റവും കുറഞ്ഞ ഉള്ള ഒരു കണ്ടീഷൻ ചെയ്തിട്ട് ഏറ്റവും കുറഞ്ഞ ബാൻഡ്വിഡ്ത്ത് എത്രയായിരിക്കും? മിനിമം ഒരു 100 MBPS ഒക്കെ ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ വരുന്നത്. ഓക്കെ, അതിന് താഴെയൊന്നുമില്ല, ഇപ്പൊ മേലെയാണ്. ഇമാജിൻ ചെയ്യുക, 10 PC-യുടെ NIC-യുടെ സ്പീഡ് എന്ന് പറയുന്നത് 100 MBPS ആണ്. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? രണ്ടാമത്തെ പോയിന്റ്, ഞാനിവിടെ ട്രങ്കിന് വേണ്ടി കണക്ട് ചെയ്തിരിക്കുന്നത്, ഓക്കെ, ട്രങ്കിന് വേണ്ടി കണക്ട് ചെയ്തിരിക്കുന്നതും എന്താണ്? 100 MBPS കണക്ഷൻ ആണ്. ഡയറക്റ്റ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 10 PC-കൾക്ക് ഈച്ച് ആൻഡ് എവരി PC-കൾക്ക് ഈ 100 MBPS വെച്ചിട്ട് അപ്പുറത്തുള്ള PC-കളായിട്ട് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുമോ? ജസ്റ്റ് ഇമാജിൻ, ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. സ്വിച്ച് 1-നകത്ത് ഒരു 10 PC ഉണ്ട്, സ്വിച്ച് 2-നകത്ത് ഒരു 10 PC ഉണ്ട്. ആ 10 PC-കൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഹൈ ബാൻഡ്വിഡ്ത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യണം. ഞാനൊരു കണക്ഷൻ ട്രങ്ക് കൊടുത്തിട്ടുമുണ്ട്. 1 to 1 ഒരു കണക്ഷൻ ഞാൻ ട്രങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും അവിടുത്തെ ഈ പറയുന്ന സിറ്റുവേഷൻ? എന്തായിരിക്കും? എല്ലാ PC-കൾക്കും 100 MBPS വെച്ചിട്ട് സെൻഡ് ആൻഡ് റിസീവ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല 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 ഇല്ല. ബിക്കോസ് നമ്മൾ ട്രങ്ക് കൊടുത്തിരിക്കുന്നത് വെറും 100 MBPS കണക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഒരു 10 MBPS വെച്ചിട്ട് എന്താണ് എല്ലാവർക്കും കിട്ടുമായിരിക്കും അല്ലേ? അറൗണ്ട് അല്ലേ? ഒരു 10 MBPS വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം അങ്ങോട്ട് കിട്ടുമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തു. അതിനെന്തിനാ? എനിക്കൊരു നമ്മൾ ആകെ യൂസ് ചെയ്തിരിക്കുന്ന 10 PC-കളേ ഉള്ളൂ അല്ലെ നമ്മുടെ ടോപ്പോളജിക്കകത്ത്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, ഒരു 5 കണക്ഷൻ കൊടുത്തേക്കാം. 3, 4, 5. ഒരു 5 കണക്ഷൻ ഞാൻ കൊടുക്കുകയാണ്. 1, 2, 3, 4, 5 എന്നിട്ട് ഒരു 5 കണക്ഷൻ കൊടുക്കും. ഇപ്പോ ഏകദേശം എത്ര, ഒരു 50 MBPS എങ്കിലും കിട്ടും അല്ലെ? 5 കണക്ഷൻസ് കൊടുത്തു, അപ്പൊ 500 MBPS ആയല്ലോ. അപ്പൊ ഏതാണ്ട് ഒരു 50 MBPS കിട്ടും. എന്തെങ്കിലും മറു അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? കിട്ടുമോ ഇല്ലയോ? ഞാൻ പറഞ്ഞ ലോജിക്ക് വെച്ച് കിട്ടുമായിരിക്കും, പക്ഷെ അത് ആലോചിച്ച് നോക്കട്ടെ. എന്തോ പറഞ്ഞു, കേട്ടില്ല. സ്പാനിങ് ട്രീ ലൂപ്പ് വരൂല, ലൂപ്പ്. അപ്പൊ ആര് റൺ ചെയ്യും? STP റൺ ചെയ്യും. STP റൺ ചെയ്യും. നിങ്ങൾ 100 കണക്ഷൻസ് കൊടുത്താലും എത്ര കണക്ഷൻ ആക്റ്റീവ് ആയിരിക്കുള്ളൂ? STP-യുടെ പ്രത്യേകത എന്താ? ഒരു കണക്ഷൻ മാത്രം എപ്പോഴും എന്താക്കി വെക്കുള്ളൂ? എല്ലാ സ്വിച്ചസിനകത്ത് STP റൺ ചെയ്യും. നിങ്ങൾ 5 കണക്ഷൻസ് കൊടുത്താലും അവിടെ ആര് റൺ ചെയ്യും? STP റൺ ചെയ്യും. സമ്മതിക്കൂല, 5 കണക്ഷൻ ആക്റ്റീവ് ആവൂല, ഒരെണ്ണം മാത്രമേ ആക്റ്റീവ് ആയിരിക്കുള്ളൂ. അതാണല്ലോ നമ്മുടെ STP. ഒരടി കിട്ടിയോ? കിട്ടില്ല. 5 കണക്ഷൻ അല്ല 10 കണക്ഷൻ കൊടുത്താലും നേരത്തെ കിട്ടിയ അതേ റേഷ്യോ തന്നെ ആയിരിക്കും. ബിക്കോസ് നമ്മുടെ STP മറ്റുള്ള കണക്ഷനെല്ലാം എന്താക്കി വയ്ക്കും? ഹൈഡ് ചെയ്ത് വയ്ക്കും, ആക്റ്റീവ് ആക്കില്ല. എന്തെങ്കിലും കാരണവശാൽ ആക്റ്റീവ് ആയിരിക്കുന്ന ലിങ്ക് ഡൗൺ ആയാൽ മാത്രമേ നമ്മുടെ സ്വിച്ച് എന്ത് ചെയ്യുള്ളൂ? അടുത്ത കണക്ഷൻ എടുക്കുള്ളൂ. അതും ഒരു കണക്ഷനേ എടുക്കുള്ളൂ. ക്ലിയർ? അപ്പൊ അതിനുള്ള സൊല്യൂഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഇതർ ചാനൽ. യെസ്. അപ്പോ
വളരെ സിമ്പിളായി പറയുന്നുണ്ടെങ്കിൽ ഇതർ ചാനൽ ചെയ്യുന്ന പരിപാടി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 കണക്ഷൻസിനെ ലോജിക്കലി എന്താക്കി മാറ്റാം? എക്സാമ്പിൾ സിംഗിൾ ആക്കി മാറ്റാം. അങ്ങനെ സിംഗിൾ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ STP എന്തായിട്ട് കൺസിഡർ ചെയ്യും? അത് ഒരു ലിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. പ്രോബ്ലം സോൾവ് ആയില്ലേ? നമ്മൾ ഈ 5 കണക്ഷൻസിനെ ഇതർ ചാനലിന്റെ സഹായത്തോട് കൂടി നമ്മൾ എന്താക്കി മാറ്റുന്നു? ഒരു സിംഗിൾ ബണ്ടിലാക്കി മാറ്റുന്നു. അങ്ങനെ സിംഗിൾ ബണ്ടിലാക്കി മാറ്റി കഴിഞ്ഞാൽ അത് STP എന്തായിട്ട് കൺസിഡർ ചെയ്യും? സിംഗിൾ ലിങ്ക് ആയിട്ട് കൺസിഡർ ചെയ്യും. പ്രോബ്ലം സോൾവ്. 5 കണക്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ കണക്ഷൻസ് വരുമ്പോഴല്ലേ ഈ വലിയ പ്രോബ്ലം വരുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബണ്ടിലാക്കി മാറ്റിയിട്ട് സിംഗിൾ ആക്കുന്നു. അപ്പൊ പിന്നെ STP എന്തായിട്ട് കൺസിഡർ ചെയ്യും? ഇറ്റ്സ് എ സിംഗിൾ കേബിൾ. പ്രോബ്ലം സോൾവ്. അപ്പം ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ യൂസ് ചെയ്യുന്ന മെക്കാനിസം ആണ് ഇതർ ചാനൽ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയോ? ഇനി അതിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ലെയർ 2 ഇതർ ചാനൽ വരുന്നുണ്ട്, ലെയർ 3 ഇതർ ചാനൽ വരുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. അപ് ടു നിങ്ങൾക്ക് 2 മുതൽ 16 വരെ വരുന്ന ലിങ്ക്സ് വേണമെങ്കിൽ ചെയ്യാം. അത് ഓരോ പ്രോട്ടോകോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കിതിനകത്ത് LACP, PAGP വന്നിട്ട് 2 എണ്ണം വരുന്നുണ്ട്. 2 പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഇതർ ചാനൽ എനേബിൾ ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് ജമ്പ് ചെയ്യാം. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. ഇവിടെ ലെയർ 2 ആണെങ്കിൽ അതിന്റെ മോഡ്സ് എന്തായിരിക്കും? ഇത് ഓർക്കുന്നു, എവിടെയും കണ്ടിട്ടുണ്ടോ? ഡിസൈറബിൾ ഓട്ടോ എന്ന് പറഞ്ഞിട്ട് TTP പഠിച്ച് ഓർക്കുന്നില്ലേ? ഡൈനാമിക് ട്രങ്കിങ് പ്രോട്ടോകോൾ പഠിക്കും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെ ഇതർ ചാനൽ ചെയ്താലും മോഡ്സ് എന്താണ്? ഇതേപോലെ ആയിരിക്കും. ഒരു സൈഡ് ഡിസൈറബിൾ അല്ലെങ്കിൽ മറ്റൊരു ഓട്ടോ ആയിരിക്കും. 2 സൈഡ് എന്ത് വരാൻ പാടില്ല? ഓട്ടോ വരാൻ പാടില്ല. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എപ്പോഴും ഡിസൈറബിൾ തന്നെ കൊടുക്കുക. ഓക്കെ, ഡിസേബിൾ തന്നെ ആയിക്കോട്ടെ, ഓട്ടോ ഒന്നും വേണ്ട, നമുക്ക് അതിന്റെ ആവശ്യമില്ല. ട്രങ്കിലേക്ക് കൺവേർട്ട് ചെയ്യില്ലേ നമ്മള്? അതെ, അതാ പറഞ്ഞത്. അപ്പം നമ്മള് എന്തായാലും ട്രങ്ക് അവിടെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഈ കണക്ഷൻസ് എല്ലാം ട്രങ്ക് ചെയ്താലേ നമുക്ക് അത് ആക്റ്റീവ് ആവുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതർ ചാനൽ ലെയർ 3 ആണെങ്കിൽ, ലെയർ 3 പറയുമ്പോൾ എന്താണ്? മൾട്ടി ലെയർ സ്വിച്ച് അല്ലേ? അതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? IP അഡ്രസ് കൊടുക്കാൻ വേണ്ടി സാധിക്കും. എന്തിന്? നമ്മളിപ്പോ ഒരു ബണ്ടിലാക്കി മാറ്റിയില്ലേ? ആ ബണ്ടിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? IP അഡ്രസ് കൊടുക്കാൻ പറ്റും. നിങ്ങൾ ബണ്ടിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു പോർട്ട് ചാനൽ എന്ന് പറയുന്ന ഇന്റർഫേസ് ക്രിയേറ്റ് ആവും. ആ ഇന്റർഫേസ് നിങ്ങൾക്ക് എന്ത് കൊടുക്കാം? IP അഡ്രസ് കൊടുക്കാം. അതൊക്കെ വരുന്നുണ്ട്, എന്നാലും ഒന്ന് പറഞ്ഞു സൂചിപ്പിച്ചു മാത്രം. ഇതിനകത്ത് കണ്ടതുകൊണ്ട് പറഞ്ഞു. അടുത്ത പേജിലോട്ട് പോവാണ്. അപ്പൊ നമുക്ക് ഇതർ ചാനൽ നെഗോസിയേഷൻ പ്രോട്ടോകോൾ, നമ്മള് .1Q ISL എന്നൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ട്രങ്ക് ചെയ്യുമ്പോ ടാഗിംഗ് പ്രോട്ടോകോൾ അഥവാ എൻകാപ്സുലേഷൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നത് പോലെ 2 സൈഡും നമ്മൾ ഇതർ ചാനൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വേണം? ഇതേപോലെ ഒന്നുകിൽ 2 സൈഡും എന്തായിരിക്കണം? PAGP ആയിരിക്കണം, അല്ലെങ്കിൽ 2 സൈഡ് എന്തായിരിക്കണം? LACP ആയിരിക്കണം. PAGP പറഞ്ഞാൽ പോർട്ട് അഗ്രിഗേഷൻ പ്രോട്ടോകോൾ. ഇറ്റ്സ് എ സിസ്കോ പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ. സിസ്കോയുടെ സ്വന്തം പ്രോട്ടോകോൾ ആണ്. നമുക്കത് എവിടെ ഉപയോഗിക്കാൻ കഴിയില്ല? മറ്റുള്ള സീരീസ് സ്വിച്ചസിനകത്ത്. സീരീസ് മീൻസ് മറ്റുള്ള ബ്രാൻഡ്സിനകത്ത് നമുക്ക് PAGP എന്ത് ചെയ്യാൻ കഴിയില്ല? യൂസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. അപ്പൊ നമ്മൾ കൂടുതലായിട്ട് എന്തായിരിക്കും യൂസ് ചെയ്യുന്നത്? അപ്പം LACP ആയിരിക്കും യൂസ് ചെയ്യുന്നത്. LACP സിസ്കോക്കകത്തും അങ്ങനെ എല്ലാത്തിനകത്തും എന്ത് ചെയ്തോളും? പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തോളും. PAGP ആണെങ്കിൽ മോഡുകൾ എങ്ങനെയായിരിക്കും? ഡിസൈറബിളും ഓട്ടോയും. അതേ കണ്ടീഷൻ നമ്മുടെ LACP ആണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന വരുന്നതാണ് ആക്റ്റീവ് പാസീവ്. അത് വ്യത്യാസമൊന്നും വരുന്നില്ല, ജസ്റ്റ് അതേ സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ആരെയും ഒരാൾ നെഗോഷിയേറ്റ് ചെയ്താൽ മാത്രമേ അവിടെ നിന്ന് സംഭവിക്കുള്ളൂ. ഇതൊരു ചാനൽ ഫംഗ്ഷൻ ഉണ്ടാവുള്ളൂ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സിസ്കോ ആണെങ്കിൽ നിങ്ങൾ 2 സൈഡും ഡിസേബിൾ തന്നെ യൂസ് ചെയ്യുക. LACP ആണെന്നുണ്ടെങ്കിൽ ലിങ്ക് അഗ്രിഗേഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആണെന്നുണ്ടെങ്കിൽ 2 സൈഡ് എന്ത് തന്നെ യൂസ് ചെയ്യുക? ആക്റ്റീവ് തന്നെ യൂസ് ചെയ്യുക. ഇത് രണ്ടും അല്ലാതെ നമ്മൾ ട്രങ്കിങ് സമയത്ത് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മാനുവൽ ട്രങ്ക്. അതായത് നമ്മൾ ഒരു നേറ്റീവ് ഇതർ ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ടാഗിംഗ് പ്രോട്ടോകോളിന്റെ ഒന്നും സഹായമില്ലാതെ വർക്ക് ചെയ്യുന്നു പറഞ്ഞത്. ബൈ ഡിഫോൾട്ട് VLAN 1 എന്നൊക്കെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് അതേ കണ്ടീഷൻ വരുന്ന സാധനമാണ് ഓൺ മോഡ് എന്ന് പറയുന്നത്. ഓൺ മോഡ് ആണെങ്കിൽ നമുക്ക് ആരുടെ സഹായം വേണ്ട? PAGP സഹായവും വേണ്ട, LACP സഹായം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതർ ചാനൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും.
അങ്ങനെ നമുക്ക് ഓൺ മോഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇതർ ചാനൽ എന്ന് വിളിക്കാം. ഇങ്ങനെ 3 മോഡ്സാണ് വരുന്നത്. ഈ 3 മോഡും വെച്ച് നമ്മൾ ലാബ് ചെയ്യാൻ വേണ്ടി പോകട്ടോ. ആദ്യം എല്ലാം സിംഗിൾ ആയിട്ട് ഒന്ന് വെച്ച് നമുക്ക് നോക്കാം. എന്നതിന് ശേഷം 3 കൂടി വരുന്ന ലാബ്. എങ്ങനെ? ഓക്കെ, അടുത്ത പേജിലോട്ട് പോവാണ്. ഇതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു ലാബ് എന്ന് പറയുന്നത്. അപ്പം സ്വിച്ച് 1-നകത്ത് ഞാൻ ഒരു 4 കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്, 1 മുതൽ 4 വരെ. ക്ലിയർ? ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടി. അതും ലെയർ 2 ഇതർ ചാനലാണ് നമ്മൾ ചെയ്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഏതാണ്? ലെയർ 2 ഇതർ ചാനൽ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സ്വിച്ച് 1-നകത്ത് കൊടുക്കുന്ന കോൺഫിഗറേഷൻ നോക്കിക്കേ. ഇന്റർഫേസ് റേഞ്ച് എത്ര ഇന്റർഫേസ് നമ്മൾ ആക്കാൻ പോകുന്നത്? ട്രങ്ക് ആക്കാൻ പോകുന്നത് 4 ഇന്റർഫേസിന്. നമുക്ക് ട്രങ്ക് ആക്കണ്ട ആദ്യം. ഓക്കെ, സ്വിച്ച് പോർട്ട് ട്രങ്ക് എൻക്യാപ്സുലേഷൻ .1q. അത് GNS3-കകത്ത് ഞാൻ ചെയ്യുന്നെങ്കിലാണ് ഇങ്ങനെ വരിക. ഇതിപ്പോ ഇതിനകത്ത് കാണുമ്പോൾ ഇത് പാക്കറ്റ് ട്രേസർ ചെയ്യാറുണ്ട്. അപ്പൊ പാക്കറ്റ് ട്രേസർ ചെയ്യാം. ഓക്കെ, ഇത് മൾട്ടിലെയർ സ്വിച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് കമാൻഡ് കൊടുക്കേണ്ട ആവശ്യം വരുള്ളൂ? ആ രണ്ടാമത്തെ കമാൻഡ്, സ്വിച്ച് പോർട്ട് ട്രങ്ക് എൻക്യാപ്സുലേഷൻ .1q. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മാത്രം കൊടുത്താൽ മതി? ബൈ ഡിഫോൾട്ട് എന്താണ്? .1q ആണ്. അപ്പൊ സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് എന്ന് കൊടുക്കുക. ദെൻ LACP എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ചാനൽ ഹൈഫൻ പ്രോട്ടോകോൾ LACP. ചാനൽ ഗ്രൂപ്പ് 1 എന്തിലൊരു നമ്പർ കൊടുക്കുക, മോഡ് എന്ത് ചെയ്യുക? ആക്റ്റീവ് എന്ന് കൊടുക്കുക. ദെൻ നോ ഷൂട്ട് ഓൺ എക്സിറ്റ്. സെയിം തിങ് എവിടെയും പറഞ്ഞു കൊടുക്കണം. മറുവശത്തും സ്വിച്ച് 2-നകത്തും പോയിട്ട് സെയിം കണ്ടീഷൻസ് പറഞ്ഞു കൊടുക്കുക. ഇവിടെ ഞാൻ ചുമ്മാ കമാൻഡ് കാണാൻ വേണ്ടി പാസ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. രണ്ടെവിടെ നിങ്ങൾ എന്ത് തന്നെ യൂസ് ചെയ്യുക? മാക്സിമം ആക്റ്റീവ് തന്നെ. പിന്നെ അത് വെരിഫൈ ചെയ്യാനുള്ള കമാൻഡ്സ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇതേപോലെ നമുക്ക് PAGPയും ചെയ്യാം. എവിടെ മാത്രം മാറ്റം വരുത്തിയാൽ മതി? LACP എന്നുള്ള അവിടെ എന്ത് കൊടുത്താൽ മതി? PAGP എന്ന് മാത്രം കൊടുത്താൽ മതി. ബാക്കി എല്ലാം സെയിം. അതുപോലെ തന്നെ PAGP കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കൊടുക്കണം? ഡിസേറബിൾ. ഇവിടെ എന്ത് കൊടുക്കണം? പാസീവിന്റെ സ്ഥാനത്ത് ഡിസേറബിൾ കൊടുക്കണം. വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ള ഒരു ടോപ്പോളജിയാണ്. അപ്പൊ നമുക്ക് ഒന്ന് പാക്കറ്റ് ട്രേസറിനകത്ത് ഒന്ന് അപ്പാക്കിയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. PAGP ആക്കി നോക്കാം, LACP ആക്കി നോക്കാം, അതുപോലെ തന്നെ ഓൺ മോഡും ചെക്ക് ചെയ്യാം. എന്നതിന് ശേഷം 3 കൂടി വരുന്ന ലാബ് സി നോക്കൂ. LACP വരുന്നുണ്ട്, PAGP വരുന്നുണ്ട്, ഓൺ മോഡ് വരുന്നുണ്ട്, മൾട്ടി ലെയർ സ്വിച്ച് വരുന്നതുകൊണ്ട് നമുക്ക് ഇന്റർഫേസസിന് IP കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അഡ്വാൻസ് ലെവൽ വരുന്ന ലാബാണ്. ഇതിന് ശേഷം നമ്മൾ ആദ്യം ലെയർ 2-നെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ലെയർ 3 സ്വിച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് അപ്പാക്കാം. നെഗോഷിയേഷൻ പ്രോട്ടോകോൾസിന് വേറെ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല അല്ലേ? മീൻസ് എല്ലാം സെയിം ഇത് തന്നെയാണ്, PAGPയും LACPയും തമ്മിൽ. ഒരു സൈഡ് PAGP മറുവശത്ത് LACP വരാൻ പാടില്ല. രണ്ട് സൈഡും PAGP തന്നെ ആയിരിക്കണം. രണ്ട് സൈഡ് LACP തന്നെ ആയിരിക്കണം കൊടുക്കുകയാണെങ്കിൽ. രണ്ട് സൈഡ് ഓൺ മോഡ് തന്നെ ആയിരിക്കണം കൊടുക്കുകയാണെങ്കിൽ. അല്ലാണ്ട് വേറെ വേറെ കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ .1q ISL ഓരോ സൈഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞോളൂ. PAGPക്ക് LACPയുടെ മുകളിൽ ഓവറിൽ അഡ്വാൻറ്റേജ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അത് സിസ്കോ പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ, ദാറ്റ്സ് ഓൾ. മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന LACP ആണ്. ബിക്കോസ് LACP സിസ്കോയും സപ്പോർട്ട് ചെയ്യും. ഒരെണ്ണം ഓപ്പൺ സ്റ്റാൻഡേർഡ്, മറ്റേത് സിസ്കോ പ്രൊപ്രൈറ്ററി പ്രോട്ടോകോൾ. വേറെ വ്യത്യാസമൊന്നുമില്ല. പെർഫോമൻസ് ബേസിലോ അങ്ങനെയൊന്നും വ്യത്യാസങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് പെട്ടെന്ന് പാക്കറ്റ് ചെക്ക് ചെയ്യാൻ നോക്കാം. കണക്ഷൻസ് 1 മുതൽ 4 വരെ PC കണക്ട് ചെയ്തിരിക്കുന്ന 5-ാമത്തെ പോർട്ടിനകത്ത്. റൗട്ടർ ആണെങ്കിലും സ്വിച്ച് ആണെങ്കിലും എപ്പോഴും ലാസ്റ്റ് രണ്ടാമത്തെ യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അല്ല നമ്മുടെ പാക്കറ്റ് ട്രേസ് ഉണ്ടാകും. വൺ ടു 4, 1 to 1 കൊടുക്കുക.
ഇപ്പൊ ഞാൻ 4 കണക്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് ഒരു കണക്ഷൻ പോയാലും പ്രശ്നമൊന്നുമില്ല. ആ 3 കണക്ഷൻ വെച്ചിട്ട് എന്തായിക്കോളും, വർക്ക് ചെയ്തോളും. പറഞ്ഞത് 4 കണക്ഷൻസ് കൊടുത്തു, അതിനകത്ത് ഒരു കണക്ഷൻ ഡൗൺ ആയാലും അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആ 3 കണക്ഷൻ വെച്ചിട്ട് അത് വർക്ക് ആയിക്കോളും. ഈസി. ഇപ്പോഴത്തെ പ്രകാരം നമ്മൾ 5-നകത്താണ് കണക്ട് ചെയ്ത് ആയിക്കോട്ടെ. ഇപ്പൊ തന്നെ കാണാം 4 കണക്ഷനകത്ത് STP റൺ ചെയ്തു. കണ്ടോ, ഒരു സൈഡ് കണ്ടോ, ഒരെണ്ണം മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ, STP ഓൾറെഡി റൺ ചെയ്തുകൊണ്ട്. ഇനി നമുക്ക് PCകൾക്ക് ആദ്യം ഒന്നിനൊന്ന് IP കൊടുത്തിട്ട് കണ്ടിന്യൂസ് പിങ്ങിങ് നമുക്ക് ഉപയോഗിക്കാം. എന്നതിന് ശേഷം നമുക്ക് ഒരു ടോപ്പിക് എടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് റിസൾട്ട് കണ്ടിന്യൂസ് പിങ്ങിങ് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഫസ്റ്റ് PC കൊടുത്തിരിക്കുന്നത് 10.1 എന്ന് പറയുന്ന IP ആണ്. 192.168.168.10.1. യെസ്, ഗേറ്റ് ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് അയക്കുന്നത്. 10.2 192.168.10.2. കണ്ടിന്യൂസ് പിങ് വയ്ക്കാം. പിങ് -192.168.10.2. നമ്മൾ ട്രങ്ക് ചെയ്യാതെ എന്നോട് കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും? ഡിസേബിൾ ആയിരിക്കില്ലേ ഒരു സൈഡ്? എന്നാലും അതാണോ റീസൺ? ഒന്നുകൂടി ആലോചിക്കും. നേറ്റീവ് വീലാൻ ഓർക്കുന്നുണ്ടോ? അതെ അതെ. ഇതിപ്പോ 2 PCയും ഏത് വീലാനകത്തായിരിക്കും? വിലമണ്ണായിരിക്കും. 1-നകത്തായിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നേറ്റീവ് വീലാണ് അവിടെ വർക്ക് ചെയ്യും, അതിലൂടെ കമ്മ്യൂണിക്കേഷൻ കിട്ടും. വ്യത്യസ്തമായി വരുന്ന വീലാനുകൾ വരുമ്പോഴാണ് അവിടെ കണക്ഷൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ട്രങ്കും ടാഗിംഗ് പ്രോട്ടോക്കോളും എൻക്യാപ്സുലേഷൻ ഒക്കെ നമുക്ക് എനേബിൾ ചെയ്യേണ്ടി വരും. യെസ്, ഇപ്പോൾ കണ്ടിന്യൂസ് പിങ് റണ്ണിംഗ് ആണ്. നമ്മൾ സ്വിച്ചിനകത്ത് വരെ നമ്മൾ കോൺഫിഗറേഷൻ കൊടുത്തേക്കാം. ആ സമയത്ത് എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ നമുക്ക് ചെയ്യാം. ഇവിടെ enable quantity നമുക്ക് VLAN 10 ചുമ്മാ ഒന്ന് വെറുതെ exit interface F0/5 port node access port access VLAN 10. ഇനി നമുക്ക് ഇതാക്കാം. ഇന്റർഫേസ് റേഞ്ച് എന്തായിരുന്നു? ഇന്റർഫേസ് റേഞ്ച് F0/1-4 കമാൻഡ് വന്നിട്ട് ട്രങ്ക് കമാൻഡ് കൊടുക്കാം. സ്വിച്ച് പോർട്ട് മോഡ് കണക്ഷൻ അപ്പ് ആയിട്ടുണ്ട്. അടുത്തത് LSCP ക്രിയേറ്റ് ചെയ്യാം. ചാനൽ
hyphen protocol LACP. Channel hyphen group. നമ്പർ കൊടുക്കാം, നമ്പർ കൊടുക്കാം. 1 മോഡ് അർത്ഥം കൊടുക്കുന്ന നിർബന്ധമൊന്നുമില്ല. ഇതേപോലെ മറുവശത്തും കൊടുക്കാം. കോർപ്പറേഷൻ ആണ്, എനേബിൾ ചെയ്യുക, കീ കൊടുക്കുക. Then VLAN 10 exit replace 5 mode access VLAN interface range F0/1-4 port mode run. Channel hyphen protocol LACP. Channel ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് റൈറ്റ് സൈഡിൽ, അതായത് നേറ്റീവ് വിലാന്ന് പോയിട്ട് നോർമൽ വിലാനോട് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കണക്ഷൻ ടൈം ഔട്ടായി. അപ്പൊ നമ്മൾ തിരിച്ച് ട്രങ്ക് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായി? കണക്ഷൻ ആയി. ആക്റ്റീവ് നമ്മൾ രണ്ട് സൈഡും നമ്മൾ LACP വെച്ച് നമ്മൾ കോൺഫിഗർ ചെയ്തു. റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതർ ചാനൽ അവിടെ നമുക്ക് ഗ്രൂപ്പ് സ്റ്റേറ്റ് എന്താ കിടക്കുന്നത്? L2 സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. പിന്നെ കാണുന്ന എന്താണ്? മാക്സിമം കൊടുത്തിരിക്കുന്ന പോർട്ട്സ് എത്രയാണ്? 4 മാക്സിമം എത്ര കൊടുക്കാം? 16 കണക്ഷൻ വരെ കൊടുക്കാം. അത്രയൊന്നും ആരും കൊടുക്കാറില്ല, മാക്സിമം കൊടുക്കാം. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പ്രോട്ടോകോൾ LACP. ഇതേപോലെ നമുക്ക് എന്ത് വെച്ച് ചെക്ക് ചെയ്യാം? EIGP വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടൈം ഔട്ട് LACP അപ്പാവുന്നേ ഉള്ളൂ അല്ലെ? ഈ ഗ്രൂപ്പ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗ്രൂപ്പ് സ്റ്റേറ്റ് നമ്മൾ ഏത് ലെയർ ആണെന്നുള്ളത്, L2 ആണോ L3 ആണോ? ലെയർ 2 സ്വിച്ച് ആണോ ലെയർ 3 സ്വിച്ച് ആണോ? ഓക്കെ, സ്വിച്ച് അല്ലേ? സ്വിച്ച് ഏത് ലെയർ ആണോ? ഏത് സ്റ്റേറ്റ്? അത് L2ന്റെ സ്റ്റേറ്റ് ആണോ? L2 ഇതർ ചാനൽ ആണോ? L3 ഇതർ ചാനൽ ആണോ കാണിക്കും. ഓക്കെ, പോട്ടെ, ഇവിടെ എന്ത് സംഭവിച്ചു? റെഡി ആയി തോന്നുന്നു. ഓക്കെ, അപ്പോഴാണ് സെറ്റ് ആയത് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് LACP ചെയ്തു. ഇനി നമുക്ക് PAGP കൂടെ ചെക്ക് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? LACP നമുക്ക് എന്ത് ചെയ്യണം? തട്ടണം. ഓക്കെ, അപ്പൊ ഇന്റർഫേസ് റേഞ്ച് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? F0/1 എന്നിട്ട് നേരത്തെ കൊടുത്തതിന്റെ ഫ്രണ്ടിൽ എന്ത് കൊടുത്താൽ മതി? പഠിക്കാം.
അതുപോലെ തന്നെ ഗ്രൂപ്പ് കൂടിയുണ്ട്, അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. അപ്പൊ എന്ത് റിമൂവ് ആയി? LACP റിമൂവ് ആയി. ഇനി നമുക്ക് ഇതിന്റെ സ്ഥാനത്ത് PAGP കൊടുക്കണം. മറുവശത്തും ടൂറിനകത്തും പോയിട്ട് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാം. range f0/1 റേഞ്ചിന്റെ സ്പെല്ലിംഗ് തെറ്റാ. range 0/, കണ്ടോ കണക്ഷൻ ഒക്കെ പോയി. ഓക്കെ, ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോർമൽ ട്രങ്ക് വഴിയാണ് നമ്മുടെ PC-കൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ട്രങ്ക് നമ്മൾ റിമൂവ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കണക്ഷൻ ആക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് രണ്ട് സൈഡിലും പോയിട്ട് എന്ത് ചെയ്യാം? രണ്ട് കമാൻഡേ ഉള്ളൂ. നമ്മൾ നിൽക്കുന്നത് റേഞ്ചിനകത്ത് തന്നെയാണ്. ചാനൽ -പ്രോട്ടോകോൾ കൊണ്ട് PAGP സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഠിക്കാം. ചാനൽ -ഗ്രൂപ്പ് 1 മോഡ് എന്തൊക്കെ ഉണ്ടാവും? ഡിസൈറബിൾ ഉണ്ടാവും. ആക്റ്റീവ് അപ്പൊ നമുക്ക് ബസ് ഡിസൈറബിൾ അടിക്കാം. മറുവശത്തും ചെന്നിട്ട് എന്ത് ചെയ്യാം? പറഞ്ഞു കൊടുക്കുക. ഇനി ഇപ്പോൾ കണക്ഷൻ വന്ന് ഈ കണക്ഷൻ ഒക്കെ പോകും. ബിക്കോസ് ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? PAGP ആക്കി. ഈ മറുവശത്ത് കൂടി നമ്മൾ എന്ത് ചെയ്യണം? PAGP ആക്കിയാൽ നമുക്ക് കണക്ഷൻ കിട്ടും. ചാനൽ -പ്രോട്ടോകോൾ PAGP Nope. channel -group 1 mode ഡിസൈറബിൾ. പതിയെ കണക്ഷൻ തിരിച്ച് അപ്പായിക്കോളും. ഇവിടെ പോർട്സിന്റെ എണ്ണം കുറവാ തോന്നുന്നുണ്ട്. സോ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ 4 എണ്ണവും മാക്സിമം എത്ര വേണം? 8 എണ്ണം വരെ സപ്പോർട്ടുകൾ. LACP-ക്കകത്ത് നേരെ ഡബിൾ ആണ്, 16 എണ്ണം വരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ കണക്ഷൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് PAGP അപ്പായി വരാൻ വേണ്ടിയിട്ട്. കണക്ഷൻ അപ്പായി കഴിഞ്ഞാൽ ഇവിടെ കമ്മ്യൂണിക്കേഷൻ കാണാം. രണ്ട് സൈഡ് ആക്റ്റീവ്. അപ്പൊ PAGP ഓക്കെ, LACP ഓക്കെ. ഇനി ഇത് റിമൂവ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു മോഡ് കൂടി ഉണ്ട്, നോ മോഡ് സ്റ്റാറ്റിക് അല്ലെ, ഓൺ മോഡ്. അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. റേഞ്ച് ഓൾഡ് ഫ്രണ്ടിൽ നോ കൊടുക്കാം. ഗ്രൂപ്പ് ഇതിനകത്ത് നമ്മൾ റിമൂവ് ചെയ്ത് റൈറ്റ്സിൽ നിന്ന് കണക്ഷൻ പോകുന്നത് കാണാം. റേഞ്ചിനകത്ത് നിൽക്കുന്നത് കൊണ്ട് അപ്ലൈ ചെയ്ത കമാൻഡ് അപ്പൊ ഇനി നമുക്ക് ഒരേ ഒരു കമാൻഡ് ഉള്ളൂ, പ്രോട്ടോകോൾ പറയേണ്ട ആവശ്യമില്ല. നോക്കാം. ചാനൽ -ഗ്രൂപ്പ് ഇതിൽ നമ്പർ കൊടുക്കുക, മോഡ് ഓൺ. മറുവശത്തും പോവാ, സെയിം കമാൻഡ്. പ്രോട്ടോകോൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പിന്റെ കമാൻഡ് മാത്രം നമുക്ക് പറഞ്ഞാൽ മതി. ചാനൽ ചാനൽ -ഗ്രൂപ്പ് അല്ലേ, ചാനൽ -ഗ്രൂപ്പ് നമ്പർ പറഞ്ഞു കൊടുക്കാം. മോഡ് കൊടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് 1 കഴിഞ്ഞു മോഡ് ചെയ്യാം. അപ്പൊ നമുക്ക് 3 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. LACP പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യാം, PAGP യൂസ് ചെയ്യാം. ഈ 2 നെഗോസിയേഷൻ പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത് അപ്പാക്കാം. അതുപോലെ തന്നെ 2 പ്രോട്ടോകോളിന്റെ സഹായം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺ മോഡിന്റെ സഹായത്തോട് കൂടിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതര ചാനൽ ബിൽഡ് ചെയ്യാവുന്നതാണ്. ചെയ്യാം രണ്ട് സൈഡിലും.
ഇനി നമ്മൾ ഷോ കമാൻഡ് അടിക്കുമ്പോൾ ചാനൽ പ്രോട്ടോകോളിന്റെ സ്ഥാനത്ത് ഒന്നും തന്നെയില്ല. കണക്ഷൻ തിരിച്ചു വന്നു. പ്രോട്ടോകോളിന്റെ സ്ഥാനത്ത് ഒന്നുമില്ല എങ്കിൽ കൺഫേം ചെയ്തോളൂ, ഇറ്റ്സ് ഓൺ മോഡ്. അപ്പൊ 3 മോഡും നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇതർ ചാനൽ എന്താന്നുള്ള കാര്യം മനസ്സിലായതാണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താണ് അടുത്ത ടോപ്പോളജി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ 2 സ്വിച്ചും വരുന്നുണ്ട്, ലെയർ 3 സ്വിച്ചും വരുന്നുണ്ട്. അപ്പോൾ ലെയർ 3 സ്വിച്ചിന്റെ ഇതർ ചാനലിന്റെ പോർട്ട് ചാനൽ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? IP അഡ്രസ് കൊടുക്കേണ്ടി വരും. ആ സിനാരി ഒന്ന് കാണിച്ചു തരാം. ഒന്ന് നോട്ട് ചെയ്തോളാം. താഴെ PC-ക്ക് നിയറസ്റ്റ് ആയിട്ട് രണ്ടും എന്താണ്? ലെയർ 2 സ്വിച്ച് ആണ്. അതേപോലെ തന്നെ ഈ ലെയർ 2 സ്വിച്ചിന്റെ ബിറ്റ്വീൻ ആരാ കിടക്കുന്നത്? മൾട്ടി ലെയർ സ്വിച്ച് ആണ്. മൾട്ടി ലെയർ. അപ്പൊ ഓരോ സ്വിച്ചിനകത്തും ഫംഗ്ഷൻ ചെയ്യുന്നത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഇനി താഴെ അതിന്റെ കോൺഫിഗറേഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇത് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺഫിഗറേഷൻ കൂടി ഒന്ന് നോട്ട് ചെയ്തോളാം. L2 സ്വിച്ചിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, L3 സ്വിച്ചിനകത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവിടെ ഞാൻ കറക്റ്റ് കാണിക്കണം. അതേപോലെ ജസ്റ്റ് നമുക്കൊന്ന് ഫോളോ. നെക്സ്റ്റ് പേജ് കോൺഫിഗറേഷൻ. യെസ്, ആദ്യം നമ്മൾ കോൺഫിഗർ ചെയ്യേണ്ടത് എന്താണ്? PC-ക്ക് IP അഡ്രസ് മാത്രം കൊടുത്താൽ പോരാ, നമുക്ക് മൾട്ടി ലെയർ സ്വിച്ചിന്റെ പോയിന്റിലോട്ട് എത്തണ്ടേ. എന്ന് വെച്ചാൽ ഈ PC-ക്ക് ഈ PC ആയിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാണുന്ന PC എന്ത് ചെയ്യണം? ഈ കാണുന്ന IP-ലോട്ട് എത്തണ്ടേ, മൾട്ടി ലെയർ സ്വിച്ചിലോട്ട് എത്തണ്ടേ. അപ്പൊ ലെയർ 2 സ്വിച്ച് വഴി നമ്മൾ എവിടെ എത്തും? അതായത് നമ്മൾ ഈ ബണ്ടിൽ ചെയ്തിരിക്കുന്ന ഇന്റർഫേസ് ഉണ്ടല്ലോ, ഈ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? പോർട്ട് ചാനൽ 1 എന്ന് പറഞ്ഞൊരു ഇന്റർഫേസ് ക്രിയേറ്റ് ആവും. ആ ഇന്റർഫേസ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? 10.01 എന്ന് കൊടുക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് മൾട്ടി ലെയർ സ്വിച്ച്. നമുക്ക് എന്ത് കൊടുക്കാം? ഇന്റർഫേസിന് IP കൊടുക്കാം. അങ്ങനെ IP കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ നേരെ എവിടെ എത്തും? ഈ IP-ലോട്ട് എത്തും. ക്ലിയർ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൺ മോഡാണ്. ഇവർക്കിടയിൽ മൾട്ടി ലെയർ സ്വിച്ചിന് ഇടയിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഓൺ മോഡാണ്. ദെൻ ഇവർക്കിടയിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ലെയർ 2-നും ലെയർ 3-ക്കും ഇടയിൽ LACP കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഓൺ മോഡ്. ദെൻ റൈറ്റ് സൈഡിൽ ഗ്രൂപ്പ് 3-ക്ക് ഗ്രൂപ്പ് 1, 2, 3 എന്താ കൊടുത്തിരിക്കുന്നത്? PAGP ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ എവിടെ എത്തുന്നു? ഇവിടെ എത്തുന്നു. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോട്ടോകോൾ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നെറ്റ്വർക്ക് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പ്രോട്ടോകോളിന്റെ സഹായത്തോടു കൂടി, ഓൺ മോഡിന്റെ സഹായത്തോടു കൂടി നമ്മൾ എവിടെ എത്തും? അടുത്ത മൾട്ടി ലെയർ സ്വിച്ചിലോട്ട് എത്തുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഈ കാണുന്ന പോർട്ട് ഗ്രൂപ്പ് 2 എന്ന് കൊടുക്കുമ്പോൾ പോർട്ട് ചാനൽ 2 എന്നാണ് കാണിക്കുക. ആ പോർട്ട് ചാനൽ 2 നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? 20.01 എന്ന് പറഞ്ഞ IP കൊടുത്തു. റൈറ്റ് സൈഡിൽ മൾട്ടി ലെയർ സ്വിച്ച് നമ്മൾ എന്ത് കൊടുക്കുന്നു? 20.02 എന്ന് പറയുന്ന ഒരു IP കൊടുക്കുന്നു. അപ്പൊ പ്രോട്ടോകോളിന്റെ സഹായത്തോടെ നമ്മൾ ഇവിടെ എത്തി, ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ഈ കാണുന്ന പോർട്ട് ചാനൽ IP കൊടുക്കുന്നത് 30.01 എന്നുള്ളത്. അപ്പൊ EAGR സഹായത്തോടെ നമ്മൾ എവിടെ എത്തും? പോർട്ട് ചാനൽ സഹായത്തോടെ ഇവിടെ എത്തുന്നു. ഇവിടുന്ന് നേരെ നമ്മൾ പ്രോബ്ലം സോൾവ്. ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? പോർട്ട് ചാനലിന് IP കൊടുക്കണം. എന്നാലേ IP കൊടുത്താലേ നമുക്ക് റൗട്ടിംഗ് പ്രോട്ടോകോളിനകത്ത് ആ 10 എന്ന് പറയുന്ന അഡ്രസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നോർമലി നമ്മൾ മുമ്പ് പഠിച്ച ലാബ് ചെയ്താൽ മതി. എന്നാൽ ഒരു സിനാരിയോക്കകത്ത് ഇങ്ങനെ കണ്ടപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ വേണ്ടിയിട്ടാണ് ലെയർ 2, ലെയർ 3 എല്ലാം കൂടി വരുന്ന ഒരു ലാബ് സെറ്റ് ആക്കിയത്. റിയൽ ടൈമിൽ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ലെയർ 2 മൾട്ടി ലെയർ സ്വിച്ച് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് പോർട്ട് ചാനലിന് IP കൊടുത്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ഫംഗ്ഷൻ ആക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഓരോ സ്റ്റെപ്പ് പറഞ്ഞ സ്റ്റെപ്പുകളാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. ആദ്യം PC-ക്ക് എന്ത് കൊടുക്കണം? IP-യും കൊടുക്കണം, ഗേറ്റ്വേയും കൊടുക്കണം. ഗേറ്റ്വേ പറയുന്നത് നമ്മുടെ മൾട്ടി ലെയർ സ്വിച്ചിന്റെ PO1-ന്റെ IP, 10.0.0.1 എന്ന് പറയുന്ന IP എന്താണോ അവിടെ കൊടുത്തിരിക്കുന്ന IP അത് കൊടുക്കണം. ഇത് നമ്മൾ നോർമലി ലെയർ 2 സ്വിച്ചിനകത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കോമൺലി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല. ദെൻ
LSCP ഇതർ ചാനൽ നമ്മൾ എവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ലെയർ 2 സ്വിച്ച് 1 അകത്ത് ഏറ്റവും താഴെ PC-ക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള പോർട്ടിനകത്ത്. നേരത്തെ കൊടുത്ത കമാൻഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1 to 4 പിന്നെ എന്താ കൊടുക്കുന്നത്? മോഡ് ട്രങ്ക് എന്ന് കൊടുക്കുക, പിന്നെ LSCP ആണെന്ന് പറഞ്ഞു കൊടുക്കുക, മോഡ് ആക്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. കഴിഞ്ഞു, ഇത്രയുള്ള കമാൻഡ്. ഇതേപോലെ എവിടെയും ചെന്ന് പറഞ്ഞു കൊടുക്കണം. അടുത്തത് L3 സ്വിച്ചിനകത്ത് കയറിയിരിക്കുന്നത്, അതായത് നമ്മുടെ ലെയർ 2 സ്വിച്ചിന്റെ തൊട്ട് മേലുള്ള മൾട്ടി ലെയർ സ്വിച്ച് കയറുന്നു. 1 to 4 ആണ് കണക്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നു. മൾട്ടി ലെയർ സ്വിച്ച് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? എൻക്യാപ്സുലേഷൻ മസ്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അത് പറയുക, എന്നതിന് ശേഷം മാത്രം ട്രങ്ക് ആക്റ്റീവ് ആവുള്ളൂ. അതിനുശേഷം ട്രങ്ക് ആക്റ്റീവ് ഒക്കെ ആ സൈഡ് എന്താണ്? LSCP ആണ്. അത് നമുക്ക് ഈ സൈഡ് അല്ലെ, ഈ കാണുന്ന പോയിന്റ്, ഇതിനെ കുറിച്ചാണ് പറയുന്നത്. LSCP ആണ്. LSCP പറയുന്നത് മോഡ് ആക്റ്റീവ് എന്ന് പറയുന്നത്. അതോടുകൂടി ലെയർ 2ന്റെ സൈഡ് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു അല്ലെ, ഈ സൈഡ് കഴിഞ്ഞു. ഇനി നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഈ സൈഡാണ്. നോക്കാം. അപ്പൊ മറുവശം പോകുമ്പോ ഇപ്പൊ എന്ത് ക്രിയേറ്റ് ആയി ഇവിടെ? എന്ത് ക്രിയേറ്റ് ആയി? പോർട്ട് ചാനൽ ക്രിയേറ്റ് ആയി. 1 എന്ന് പറയുന്ന ഗ്രൂപ്പ്, 1 എന്ന് കണ്ട P1 മീൻസ് പോർട്ട് ചാനൽ 1 അവിടെ ക്രിയേറ്റ് ആവും. അതിന് നമുക്ക് എന്ത് കൊടുക്കണം? IP അഡ്രസ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിൽ നിന്ന് റൂട്ടിംഗ് ഫംഗ്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ? ബൈ ഡിഫോൾട്ട് എന്തായിരിക്കും? നോ സ്വിച്ച് പോർട്ട് എന്ന് കൊടുത്താലേ നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ? അവിടെ റൂട്ടിംഗ് ഫംഗ്ഷൻ എനേബിൾ ആവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? IP അഡ്രസ് കൊടുക്കാൻ പറ്റും. ഈ കമാൻഡ് നമ്മൾ മുമ്പ് എവിടെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ഏതോ ലാബ് ചെയ്യുമ്പോൾ. അഡ്വാൻസ് റൗട്ടിംഗ് ഓൺ എ സ്വിച്ച്. ഓക്കെ, ഓർക്കുന്നുണ്ടോ? നോർമലി ഒരു മൾട്ടി ലെയർ സ്വിച്ച് കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കമാൻഡ് മുമ്പ് കൊടുത്തിട്ടുണ്ട്. റൂട്ടിംഗ് ഫംഗ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ നോ സ്വിച്ച് പോർട്ട് കൊടുത്താലേ നമുക്ക് വരുള്ളൂ. എന്നതിന് ശേഷം നമ്മൾ എന്ത് കൊടുക്കുന്നു? IP അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു, എക്സിറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ആണ്. റൈറ്റ് സൈഡ് എന്താണ്? ഓൺ മോഡിന്റെ സൈഡ് 5 മുതൽ 8 വരെ ഈ കാണുന്ന പോർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഏത് മോഡാണ്? ഓൺ മോഡ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് നമ്മൾ കാണുന്നത്. ജസ്റ്റ് എൻക്യാപ്ഷൻ പറഞ്ഞു കൊടുക്കുക, സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് പറഞ്ഞു കൊടുക്കുക, ചാനൽ ഹൈപ്പൻ ഗ്രൂപ്പ് പറഞ്ഞു കൊടുക്കുക, മോഡ് ഓക്കെ. ഇനി അപ്പൊ അവിടെ എന്ത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും? പോർട്ട് ചാനൽ 2 ക്രിയേറ്റ് ചെയ്യണ്ടാവും. അതിന് IP കൊടുക്കണം. നോ സ്വിച്ച് പോർട്ട് കൊടുത്തിട്ട് അതിന് IP അഡ്രസ് പറഞ്ഞു കൊടുക്കുക, നോ ഷുഡ് ആൻഡ് എക്സിറ്റ്. ക്ലിയർ? ഇനി നമ്മൾ ഏത് സ്വിച്ചിലോട്ടാണ് ജമ്പ് ചെയ്യണ്ടേ? ഈ സ്വിച്ചിന്റെ ഈ കാണുന്ന പോർട്ടുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഓൺ മോഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ആ പോർട്ട് ചാനൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? IP അഡ്രസ് പറഞ്ഞു കൊടുക്കണം. അതിനുള്ള സിന്റാക്സ് ആണ് ഇനി കാണുന്നത്. മറുവശത്തുള്ള സ്വിച്ച് 5 to 8 എൻക്യാപ്ഷൻ പറയുക, മോഡ് ഓൺ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കുക. ദെൻ അതിന് എന്ത് പറഞ്ഞു കൊടുക്കുക? IP അഡ്രസ് പറഞ്ഞു കൊടുക്കുക. ഇനി റൈറ്റ് സൈഡിലോട്ട് താഴോട്ട് പോകുന്ന കണക്ഷൻ ഇവിടെ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? PAGP ഗ്രൂപ്പ് 3 എന്ന് വെച്ചാൽ പോർട്ട് ചാനൽ 3. ഇവിടെ നമ്മൾ PAGP കമാൻഡ് കൊടുക്കുന്നു. അപ്പൊ അവിടെ ഒരു പോർട്ട് ചാനൽ ക്രിയേറ്റ് ആവുന്നു. അതിനെന്ത് പറഞ്ഞു കൊടുക്കുന്നു? IP അഡ്രസ് പറഞ്ഞു കൊടുക്കുന്നു. ക്ലിയർ? ദെൻ നമ്മുടെ ലെയർ 2 സ്വിച്ചിലോട്ട് വരുന്നു, റേഞ്ച് പറഞ്ഞു കൊടുക്കുന്നു, PAGP എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ്. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് PC-കൾ തമ്മിൽ എന്ത് ചെയ്തോളും? LSCP കടന്ന് PAGP ഓൺ മോഡ് കടന്ന് PAGP കടന്ന് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ അത് ചെയ്യണം. അത് ഇതെല്ലാം കഴിഞ്ഞിട്ട് EAGRP എനേബിൾ ചെയ്യാം. ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പിന് റൗട്ടർ EAGRP 100 എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഏതൊക്കെ നെറ്റ്വർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക? 10.0 20.0. ഏത് സ്വിച്ചിനകത്ത്? ഈ സ്വിച്ചിനകത്ത്. ഈ സ്വിച്ചിലോട്ട് പോകുന്ന സമയത്ത് EAGRP 100 20 നെറ്റ്വർക്ക് പറഞ്ഞു കൊടുക്കുക, 30 നെറ്റ്വർക്ക് പറഞ്ഞു കൊടുക്കുക. വേറെ എവിടെ ഒന്നും പറയണ്ട. ബാക്കിയെല്ലാം രണ്ട് സ്വിച്ചിലും EAGRP എനേബിൾ ചെയ്യണ്ടേ? മൾട്ടി ലെയർ സ്വിച്ചിനകത്ത് അവിടെ മാത്രമല്ലേ പ്രോട്ടോകോൾ, മറ്റൊരു രണ്ടും നോർമലി ഉള്ളതല്ലേ, അവിടെ കൊടുക്കണ്ട. ഡിഫറെന്റ് നെറ്റ്വർക്ക് വരുന്നത് നമുക്ക് മൾട്ടി ലെയർ സ്വിച്ച് ആയിട്ടുള്ള സ്വിച്ച് 1-നകത്തും സ്വിച്ച് 2-നകത്തും അവിടെ മാത്രം നമുക്ക് IP അഡ്രസ് വരുന്നുള്ളൂ. ബാക്കി രണ്ട് നോർമൽ സ്വിച്ചസ് ആണ്, അവിടെ പറയാൻ പറ്റില്ല. ഇത് എന്തിനാ പറയുന്നത് പറഞ്ഞാൽ ഈ PC-ക്ക് ഗേറ്റ് കൊടുത്താലേ ഈ പോയിന്റോട്ട് എത്തുള്ളൂ. എന്നാലേ പുള്ളിക്കാരന് ഈ പറഞ്ഞ EAGRP സഹായത്തോട് കൂടിയിട്ട് ഈ ചാനലിന്റെ സൗകര്യത്തോട് കൂടിയിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. ചാനൽ ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് പോർട്ട് ചാനൽ ക്രിയേറ്റ് ആവും. അതെ, നമ്മള് PAGP LSCP നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് പോർട്ട് ചാനൽ ക്രിയേറ്റ് ആവും. മൾട്ടി ലെയർ സ്വിച്ച് ആണെങ്കിലും ലെയർ 2 സ്വിച്ച് ആണെങ്കിലും
ലെയർ ടു സ്വിച്ചിലും പോർട്ട് ചാനൽ ക്രിയേറ്റ് പക്ഷെ ചെയ്യണം അല്ലേ? ക്രിയേറ്റ് പക്ഷെ IP കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിന്റെ അതും പോർട്ട് ചാനൽസ് ഉണ്ടായിരുന്നു അല്ലേ? അതെ, അത് ഓരോ സീരീസ് അനുസരിച്ചാണ്. ചില സ്വിച്ചസിനകത്ത് കാണാറില്ല, ചില സ്വിച്ചസിനകത്ത് വരാറുണ്ട്. ചിലത് പാർഷ്യലി റൗട്ടിംഗ് സപ്പോർട്ട് ചെയ്യുന്ന സ്വിച്ചസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കും വരും. ജസ്റ്റ് ഓർക്ക് ലെയർ ടുനകത്ത് കൊടുക്കാൻ പറ്റില്ല ഒരു കാരണവശാലും, വരില്ല തന്നെ വിചാരിച്ചോളൂ. പക്ഷെ മൾട്ടിലെയർ സ്വിച്ചിനകത്ത് അവിടെ പോർട്ട് ചാനൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ലെയർ ടു നമ്മൾ ചെയ്തതല്ലേ, അതിനകത്ത് കയറിയിട്ട് ഒന്ന് അടിച്ചു നോക്കാം. എനേബിൾ IP കണ്ടോ, ഫസ്റ്റ് ലൈൻ കണ്ടോ? പോർട്ട് ചാനൽ നമുക്ക് ഈ സിനാരിയോ നോക്കണം. നമ്മൾ സിന്റാക്സ് ഒന്ന് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യണം. ഇതൊക്കെ നോട്ട് ചെയ്തില്ല എല്ലാവരും? ഇരുന്നു ഉണ്ടോ നോക്കട്ടെ. നോക്കാം. കോൺഫിഗറേഷൻ ഉണ്ടോ? യെസ്. അതിനകത്ത് പോർട്ട് ചാനൽ ഉണ്ട്. അറിയില്ല, മൾട്ടിലെയർ സ്വിച്ചിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. പോർട്ട് ചാനൽ 1-ന് IP അഡ്രസ് കൊടുത്തതായി കാണുന്നുണ്ട്. ട്യൂണും കൊടുത്തിട്ടുണ്ട്. എൻക്യാപ്സുലേഷൻ .1ക്ക് വന്നിട്ടുണ്ട്. സപ്പോർട്ട് മോഡ് ട്രങ്ക് വന്നിട്ടുണ്ട്. LEC മോഡ് ആക്റ്റീവ് ഒക്കെയാണ്. ആ 4 ഇന്റർഫേസിനും സെയിം കമാൻഡ് അവിടെ വന്നിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലാണ് മൾട്ടിലെയർ സ്വിച്ചിന്റെ റൈറ്റ് സൈഡാണ് കാണുന്നത്. ക്യാപ്സുലേഷൻ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് പോർട്ട് മോഡ് ട്രങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് പ്രോട്ടോകോളിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ചാനൽ ഹൈഫൻ ഗ്രൂപ്പ് കൊടുത്തിട്ട് മോഡ് ഓൺ അത്രയും മതി. 8 വരെ അങ്ങനെ തന്നെ ആയിരിക്കും. ആ സ്വിച്ചിനകത്ത് എല്ലാം വന്നിട്ടുണ്ട്. ഇനി പ്രോട്ടോകോൾ EHRP വന്നിട്ടുണ്ട്. ഓക്കെ, റൗട്ടർ EHRP 100 കൊടുത്തിട്ടുണ്ട്. 10-ഉം 20 ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൾട്ടി ലെയർ സ്വിച്ച്, മറുവശത്തുള്ള മൾട്ടി ലെയർ സ്വിച്ച് അവിടെ അപ്പോ ഏത് മോട്ടൊക്കെയാണ് പോർട്ട് ചാനൽ 2-ന് IP അഡ്രസ് കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ്. എന്തായാലും ക്യാപ്ചർ ട്രങ്ക് PAGP. ഓക്കെ, റൈറ്റ് സൈഡിലോട്ട് പോകുന്നത് PAGP കൊടുത്തിട്ടുണ്ട്.
1, 2, 3. നമുക്ക് ഇതിനകത്ത് ഓൺ മോഡ് കൂടി കാണണം. 5, 6, 7, 8 വരെ ഓൺ മോഡ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് EIGRP ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. EIGRP 20, 30. ഇനി നമുക്ക് ലാസ്റ്റ് സ്വിച്ച് ഈ കാണുന്ന സ്വിച്ച് ആണ്. എനേബിൾ പോർട്ട് ചാനൽ 3 PAGP വന്നിട്ടുണ്ട്. മോഡ് ഡിസൈറബിൾ ഓക്കെ ആണ്. ഓക്കെ ആണ്. ഫയൽ ഇവിടെ റെഡ് കളർ നോക്കണ്ട, അത് ഇതിനകത്തൊരു ബഗ്ഗാണ്. വർക്കിംഗ് ആണ് എന്റെ വിശ്വാസം. നോക്കട്ടെ. എത്രയായിരുന്നു അവിടെ ആസറിലേക്ക് 30.002 അല്ലേ? സക്സസ്. നമുക്കൊരു ഷോ കമാൻഡ് കൂടെ അടിച്ച് വെരിഫൈ ചെയ്യാം. മൾട്ടിലൈർ സിസ്റ്റം ഇതിനകത്ത് ഗ്രൂപ്പ് 1ഉം 2ഉം വന്നിട്ടുണ്ട്. LACP താഴത്തെ ഓൺ മോഡ് മൾട്ടിലൈർ സ്വിച്ചിനകത്ത്. അടുത്ത മൾട്ടിലൈർ അവിടെ ഗ്രൂപ്പ് 2ഉം ഗ്രൂപ്പ് 3ഉം വന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ഓൺ മോഡാണ്. അതേപോലെ തന്നെ ഗ്രൂപ്പ് 3 PAGP ഓക്കെയാണ്. ഇവിടെയാണ് മിസ്. ഗ്രൂപ്പ് 2 ഓൺ മോഡല്ലേ? ത്രീ വന്നിട്ടാണ് അത് PAGP ആണ്. ഗ്രൂപ്പ് 2 തെറ്റല്ലേ ഇവിടെ കാണിക്കുന്നത്? നിങ്ങൾ ആ ഓൺ മോഡിന്റെ കമാൻഡ് ഒന്ന് പറഞ്ഞേ. 3 സ്വിച്ച് ഇട്ടു. ഇവിടെ ആകുമ്പോ റേഞ്ച് എത്രയാണ്? 5 to 8 ആണോ? 5 to 8. 0/6. പിന്നെ ബാക്കിയുള്ളത് പറഞ്ഞു. ചാനൽ 6 2 കോഡ് ഓ ഇതല്ലേ കറക്റ്റ്? ഓ
ഇതർ ചാനൽ L2 ആണ്, പക്ഷെ ഔട്ട് ചാനൽ L3. സെക്കൻഡ്. Zero to zero. Alright, on board. ഓൺ മോഡ് ആക്കുന്നതിൽ എക്സ്ട്രാ വല്ല കമാൻഡും കണ്ടായിരുന്നു നമ്മള്? ഓട്ടെ. To switch port trunk encapsulation dot ആണ് interface. ആ സെയിം കമാൻഡല്ല അവിടെ കൊടുത്തേ.
അതാണ് അനുസരിച്ചുള്ള. ഇത്തിരി യാതൊരു പ്രശ്നമില്ല. അങ്ങനെ എല്ലാ കമാൻഡ് എടുത്തിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഷോ ചെയ്യുമ്പോൾ ഓൺ മോഡ് കാണിക്കുന്നില്ല. വേറെ പ്രോബ്ലം കാണിക്കണ്ടോ? ഓൺ മോഡ് കമാൻഡ് ഇവിടെ എടുത്തിട്ടില്ല. ഇന്റർഫേസ് F0/5 മുതൽ 8 വരെ കമാൻഡ് കാണിക്കുന്നില്ല ഉള്ളൂ, പക്ഷെ അവിടെ ഫംഗ്ഷൻ ആണ്, അല്ലാണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കിട്ടില്ലല്ലോ. വേറെ മിസ്റ്റേക്ക് ഒന്നുമില്ല കേട്ടോ, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കമാൻഡ് ബേസിലൊന്നും തെറ്റില്ല. അങ്ങനെ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചെയ്തപ്പോൾ നമുക്ക് തെറ്റ് കാണിക്കണ്ടേ? സെയിം കമാൻഡ് അല്ലേ? എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയില്ലേ അത്, ഓക്കെ? എന്നിട്ട് കിട്ടാതിരുന്നാൽ ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കംപ്ലീറ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ലേ? ഒന്ന് ചെയ്ത് മസ്റ്റായിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഞാൻ റിമോട്ടിൽ വന്നിട്ട് നിങ്ങളുടെ PC ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം എന്താ പ്രോബ്ലം എന്നുള്ളത്. ഓക്കെ, അപ്പൊ നാളെ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ. ഓക്കെ.